എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വീടുകളിൽ വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നതാണ്. ഇതുവരെയും നിങ്ങൾ വട്ടയപ്പം തയ്യാറാക്കിയിട്ട് ശരിയാവാത്ത എൻ്റെ കൂട്ടുകാർക്കും നാളിതുവരെയായിട്ടും വട്ടയപ്പം വീടുകളിൽ തയ്യാറാക്കി എടുക്കാൻ ശ്രമിക്കാത്ത കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഒറ്റ വീഡിയോ മതിയാകും പെർഫെക്റ്റ് ആയിട്ട് വീടുകളിൽ വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ടും. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളതും പാല് പോലെ നിറമുള്ളതുമായ വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. നല്ലൊരു പാചകം പഠിക്കുന്നതിനായിട്ട് ഫുള്ളായിട്ട് വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള പച്ചരി എടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ നമ്മൾ സ്ഥിരം അപ്പം ഉണ്ടാക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ കൂടുതൽ അളവിൽ അപ്പം ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരുപാട് പച്ചരി സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആന്ധ്ര പച്ചരിയാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത്. അതും 5-6 പച്ചരിയാണ് കേട്ടോ. അപ്പോൾ അതേ അരി വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നതും. വട്ടയപ്പം തയ്യാറാക്കുമ്പോൾ അതിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് നല്ല വൈറ്റ് കളറുള്ള അരിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പച്ചരി നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർത്താൻ ഇട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ അരി 3-4 തവണ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല പച്ചരിയാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പച്ചരി വാങ്ങി ഇതുപോലെ കഴുകിയെടുക്കുമ്പോൾ ഇങ്ങനെ പാല് പോലെയാണ് നമുക്ക് ഈ കാടിവെള്ളം വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പച്ചരി പശയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞു നിൽക്കുന്ന വെള്ളമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾക്ക് റേഷൻ പച്ചരി വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. പക്ഷേ എങ്കിലും ഒരു കുഴപ്പമെന്ന് വെച്ചാല് റേഷൻ പച്ചരിക്ക് കട്ടി കുറവായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്ന മാവിന് വെള്ളം കൂടി പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ അത് ആ ഒരു വെള്ളത്തിന്റെ അളവുകൾ കുറച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ റേഷൻ പച്ചരി ആകുമ്പോൾ നിങ്ങൾ നല്ല പോലെ വാഷ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം ഒന്ന് കഴുകിയെടുക്കാനായിട്ടും. ഈ ഒരു കാര്യങ്ങളൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനിയിപ്പോ അരി ഒന്ന് കുതിർന്ന് വരാനായിട്ട് ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പച്ചരി ഇവിടെ കുതിർത്താൻ വെച്ചിട്ട് ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പച്ചരി ഒന്ന് തുറന്ന് നോക്കാം. പച്ചരി നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരി അരക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരിയിലേക്ക് ഒരു കപ്പ് അളവില് നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് ഇപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവിൽ നിന്നും 1/4 കപ്പ് മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കപ്പി കാച്ചല് എന്നൊരു കാര്യം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിലേക്ക് ചോറ് ചേർക്കുന്നില്ല, അവില് ചേർക്കുന്നില്ല. അവിലും ചോറൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ അപ്പത്തിന് കളർ പോരായ്മ വരും. അപ്പൊ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് വൈറ്റ് കളറായിട്ട് തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 കൈപ്പിടി നാളികേരം എടുക്കുമ്പോൾ നല്ല വൈറ്റ് കളറിൽ തന്നെ വേണം എടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പത്തിന് നല്ല കളർ കിട്ടുന്നത്. നിങ്ങളിപ്പോ നല്ല പച്ച നാളികേരം നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ നാളികേരത്തിന്റെ ആ ഒരു മെറൂൺ ഭാഗം ഒന്ന് ഇത് മാറ്റിയിട്ട് ഇതുപോലെ അരച്ചെടുക്കാനായിട്ട് എടുത്താൽ മതിയാകും. ഇനി വേണ്ടത് ഒരു 10 ഏലക്കയാണ്. ഇതിന്റെ ഈ ഒരു തോല് ഒളിച്ചു മാറ്റിയതിന് ശേഷമായിരിക്കണം ഇതിലേക്ക് ചേർക്കേണ്ടത്. ഏലക്കയുടെ സ്വാദ് നമ്മുടെ അപ്പത്തിന് നല്ല ടേസ്റ്റ് നൽകും. പല നാട്ടിലും പല രീതിയിലാണ് വട്ടയപ്പം തയ്യാറാക്കി എടുക്കാറുള്ളത്. വെളുത്തുള്ളി ചേർത്തരയ്ക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ നല്ല ജീരകം ചേർത്തരയ്ക്കുന്ന ആൾക്കാരുണ്ട്, ഈ പെരിഞ്ജീരകം ചേർത്ത് അരയ്ക്കുന്ന ആൾക്കാരുണ്ടാകും. ഞാനിപ്പോ ഇതൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇപ്പോ ഏലക്ക മാത്രമാണ് കേട്ടോ ചേർക്കുന്നതും. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ഇൻസ്റ്റന്റ് ഈസ്റ്റ് അല്ല എങ്കിൽ കുറച്ച് കൂടെ നിങ്ങൾ ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. ഈ ഒരു സ്പൂൺ നിറയെ തന്നെ ചേർക്കേണ്ടതാണ്. ഇത് 1/4 ടീസ്പൂൺ അളവാണ്. ഇതിന്റെ ഒരു 1/4 ഭാഗം മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുത്തിട്ട് വരാം. തരിതരിപ്പായിട്ട് അരച്ചെടുത്ത മാവ് നമുക്കിതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ നമ്മുടെ മാവ് ഓവറായിട്ടൊന്നും ഞാനിവിടെ അരച്ചെടുത്തിട്ടില്ല. അതുപോലെ നമ്മൾ 1 കപ്പ് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നും അരച്ചെടുക്കാനായിട്ട് ഒരു 1/2 കപ്പാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഈ ഒരു നാളികേര പാലും കൂടി ചേർത്ത് ഒന്നുകൂടെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള ആ നാളികേര പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. കൂടുതൽ അളവിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. കാരണം നമ്മളിത് പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് ആ ഒരു മധുരം വല്ലാത്ത ഒരു
ഒരു ടേസ്റ്റായി മാറും. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞ അളവിൽ ഉപ്പ് ചേർത്താൽ മാത്രം മതിയാകും. വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കൂട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കപ്പി കാച്ചിയെടുക്കാൻ തുടങ്ങാം. കണ്ടോ, അല്പം ലൂസായിട്ടാണ് നമ്മൾ ഈ മാവൊന്ന് കൂട്ടി വെച്ചിട്ടുള്ളത്. കപ്പി കാച്ചാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഒരു 2 കപ്പ് പച്ചരി അരച്ചെടുക്കാനായിട്ട് 1.5 കപ്പ് അളവിലാണ് നാളികേരപ്പാൽ എടുത്തു വെച്ചിട്ടുള്ളത്. നല്ല കട്ടിയായിട്ടുള്ള നാളികേരപ്പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾക്ക് നാളികേരപ്പാലല്ല തേങ്ങ അരച്ച് മാത്രം ചേർത്ത് തയ്യാറാക്കാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കപ്പി കാച്ചിയെടുക്കാം. കപ്പി കാച്ചിയെടുക്കാനായിട്ട് അടുപ്പിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കട്ടിയായിട്ടാണ് ഇവിടെ മാവ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് വേണം ഒന്ന് കുറുക്കിയെടുക്കാനായിട്ടും. അതിനായിട്ട് 1/2 കപ്പ് നാളികേരപ്പാൽ എടുത്താൽ അതിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെയാണ് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്ത് ഇത് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിത് കട്ടിയായാലൊന്നും കുഴപ്പമില്ല. നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് കപ്പി കാച്ചി ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു അളവിന് 1/2 കപ്പ് ചോറ് ചേർത്താൽ മതിയാകും. 1 ഗ്ലാസ് ആണെങ്കിൽ 1/4 കപ്പോളം ചോറ് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇനി പാവലാണെങ്കിൽ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം 1/4 കപ്പ് അളവിൽ തന്നെ ചേർക്കണം. ഇനി നമ്മുടെ ഈ ഒരു കപ്പി കാച്ചുന്നത് ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ മാവ് നല്ല കട്ടിയായിട്ടൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട്. തിളച്ച് വെന്ത് വന്നിട്ടുള്ള ഈ ഒരു കൂട്ടിന് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാൻ വെക്കണം. നല്ല കട്ടിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ കുറുക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഒന്ന് തണുത്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ കപ്പി കാച്ചിയത് ഇപ്പോൾ നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് നമ്മൾ അരി അരച്ച അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ മാറ്റാം. അങ്ങനെ നമ്മൾ കപ്പി കാച്ചിയത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് പാല് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ വേണമെങ്കിൽ 1 കപ്പ് അളവിൽ തന്നെ ചേർക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോ ഒരുപാട് ഓവറായിട്ട് മധുരം ഉണ്ടാവില്ല. ഈ ഒരു പഞ്ചസാരയും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കപ്പി കാച്ചിയതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ കറക്കിയെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള വട്ടയപ്പ കൂട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി കൈ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. കൈ വെച്ച് കുഴച്ചെടുക്കുമ്പോഴാണ് മാവ് നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊങ്ങി കിട്ടുന്നതും. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് നാളികേരം വെള്ളം ചേർക്കാനായിട്ട് കിട്ടുവാണെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പൊ നാളികേരപ്പാല് ചേർക്കേണ്ട ആവശ്യമില്ല. നാളികേരം അരച്ച് മാത്രം ചേർത്താൽ മതിയാകും. നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് കോരി കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ തേച്ച് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഈ ഒരു മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തവിയിട്ടൊന്നും ഇളക്കില്ല. നല്ലതുപോലെ പൊങ്ങി വരാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ മാവ് ഇവിടെ മൂടി വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ മാവ് നല്ല പൊങ്ങി വീർത്ത് നിൽക്കുന്നൊരു ഭാഗത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരുപാട് നേരമൊന്നും തവിയിട്ടൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോ 2 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുള്ളത്. കൂടുതൽ സമയം അപ്പക്കൂട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുത്താൽ ഈ ഒരു ബബിൾസ് എല്ലാം താന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ പിന്നെ നമ്മൾ എത്ര അപ്പം ഉണ്ടാക്കിയാലും ശരിയാവില്ല കേട്ടോ. ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനുള്ള ഇതുപോലുള്ള കേക്ക് മോൾഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മോൾഡ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടായ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോഴാണ് നല്ലതുപോലെ തന്നെ അടർത്തിയെടുക്കാൻ സാധിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും കുത്തി ഇളക്കരുത്. ഇപ്പൊ ഞാനൊരു 5 തവിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒരു 5 മിനിറ്റും കൂടെ വെച്ച് നമുക്ക് അപ്പം വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ വട്ടയപ്പം വേവിക്കാൻ വെച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിലേക്ക് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ വട്ടയപ്പത്തില് ആവിവെള്ളം വീഴാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോ വെന്ത് വന്നിട്ടുള്ള ഈ ഒരു വട്ടയപ്പം നമുക്കൊന്ന് കുത്തിയും കൂടെ നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ വട്ടയപ്പം പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് അടുത്ത വട്ടയപ്പവും നമുക്ക് വേവിക്കാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. രണ്ടാമത് അപ്പം വേവിക്കുന്നത് ഞാൻ ഇതുപോലെ
ഒരു മോൾഡിലാണ്. ഈ ഒരു പാത്രവും നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള വട്ടയപ്പ കൂട്ടുവെച്ച് 4 വട്ടയപ്പമാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളതും. ഈ ഒരു സമയത്ത് നമ്മുടെ ആദ്യ വട്ടയപ്പത്തിന്റെ ചുടക്കൊന്ന് ആറി വന്നിട്ടുണ്ട്. പാത്രത്തിന്റെ അരികിൽ നിന്നെല്ലാം നല്ലതുപോലെ വിട്ട് നിൽക്കുന്ന ഒരു പാകത്തിനാണ് ആയി കിട്ടിയിട്ടുള്ളതും. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടർത്തിയും കൂടെ എടുക്കാം. ഇനി നമ്മുടെ കയ്യിലേക്കൊന്ന് മറിച്ചുകൂടി എടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യ വട്ടയപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത് തണുത്ത് വന്നിട്ടുള്ള വട്ടയപ്പവും നമുക്ക് അടർത്തിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെയാണ് പാത്രത്തിൽ നിന്നും നമുക്ക് വിടിവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഷേപ്പിലാണ് നമുക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ നല്ല പാല് പോലെ നിറത്തിലാണ് നമുക്ക് അപ്പത്തിന്റെ കളറായി കിട്ടിയിട്ടുള്ളതും. ഇതുപോലുള്ള വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ടും. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള 2 കപ്പ് പച്ചരി കൊണ്ടിട്ട് നമുക്കൊരു 4 വട്ടയപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാ വട്ടയപ്പവും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ഈ ഒരു കൂട്ടുവെച്ച് അപ്പം തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. വട്ടയപ്പത്തിന്റെ ചൂട് ആറിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാവുന്നതാണ്. അങ്ങനെ വായിലിട്ടാൽ അലിയും വിധമുള്ള പാല് പോലെ നിറമുള്ള പഞ്ഞിക്കെട്ട് പോലുള്ള വട്ടയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.